മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. കാർഷിക മേഖലയിൽ പശു, ആട്, മത്സ്യം, കോഴി, താറാവ്, പെറ്റ് ബേർഡ്സ് എന്നിവയുടെ പരിപാലന വിജയത്തിലൂടെ ഇപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് കൂടി കടന്നിരിക്കുന്ന ഒരു സമ്മിശ്ര കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിലാണ് നൂർമേനി ഇപ്പോൾ. ഇത് പള്ളിപ്പുറം ആലുമൂട് കണിയാപുരം LAK ഹൗസിൽ അൻസാർ M. കൂടെയുള്ളത് ഇളയ മകൾ ആൽഫിയ S. പ്രവാസത്തിൽ നിന്നും സ്വന്തം നാട്ടിലെത്തി പശു വളർത്തലിൽ മുഴുകിയിരുന്നയാൾ. അങ്ങനെ പോകവെയാണ് ആറ്റിങ്ങൽ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ, അഴൂർ കൃഷി ഓഫീസർ എന്നിവരുമായി സൗഹൃദമുണ്ടായത്. അത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S. രേഖ നമുക്ക് ഈ സംരംഭത്തെ പരിചയപ്പെടുത്തുന്നു. ഈ വർഷത്തെ ആത്മയിൽപ്പെടുത്തി ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന് നമ്മുടെ ബ്ലോക്കിൽ കൊടുത്ത 2 പ്രോജക്റ്റുകളിൽ ഒന്നാണിത്. ഇവിടെ കൃഷി, മൃഗസംരക്ഷണം, ഫിസിക്കൾച്ചർ എന്നിവ സംയോജിപ്പിച്ച് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിൽ കോഴിയുണ്ട്. താറാവും കുളവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് താറാവിൻ്റെ കാഷ്ടം ഫൈറ്റോപ്ലാന്റിങ്സ് ഉണ്ടാകാൻ സഹായിക്കുകയും അത് കുളത്തിലിട്ടിരിക്കുന്ന മീനുകൾക്ക് വളരാനുള്ള തീറ്റ നൽകുകയും ചെയ്യുന്നു. അസോളയുടെ ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ. വേർമി കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് ഉണ്ട്. അലങ്കാര പക്ഷികളും ഇവിടെ വളർത്തുന്നുണ്ട്. കൂടാതെ ആട് വളർത്തുന്നുണ്ട്. വാഴയുടെ അവശിഷ്ടങ്ങളും മറ്റും വെർമി കമ്പോസ്റ്റിന് ഉണ്ടാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാം കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യ വളർത്തലും കൂടെ സംയോജിപ്പിക്കാൻ പരമാവധി ഞങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി പ്രകാരമാണ് ഇവിടെ 2 കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിലാണ് നമ്മളിപ്പോൾ മീൻ കൃഷി ചെയ്യുന്നത്. ഒരു വർഷമേ ആയിട്ടുള്ളൂ ഈ സംരംഭം ആരംഭിച്ചിട്ട്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആത്മ 2016-17 സംയോജിത മാതൃകാ കൃഷിത്തോട്ടമാക്കാൻ അൻസാറിന് അവസരമൊരുക്കി. 1 ഏക്കർ വിസ്തൃതിയുള്ള ഈ തെങ്ങിൻതോപ്പിൽ ഓരത്ത് വിശാലമായ മത്സ്യക്കുളം. പെരുമാതുറ കൊട്ടാരം തുരുത്തിലാണ് ഈ ഫാം. ഈ കുളങ്ങളിൽ പൂമീൻ, കരിമീൻ, ചെമ്പല്ലി ഇനങ്ങളാണിപ്പോൾ. കുളക്കരയിൽ താറാവിനും കോഴിക്കും പെറ്റ് ബേർഡ്സിനും താമസിക്കാനിടങ്ങൾ. വിശാലവും സുസജ്ജവുമായ ഒരു തൊഴുത്ത്. ചുവട്ടിൽ പശുക്കൾ, മുകളിൽ ആടുകൾ. പകൽ സമയം പശുക്കളെയും കുട്ടികളെയും പുറത്തിറക്കും. 9 പശുക്കളും 8 കുട്ടികളും. ആടുകളെയും അങ്ങനെ തന്നെ. പശുക്കൾ, ആടുകൾ, കോഴികൾ, താറാവുകൾ ഇവയെല്ലാം ഇടകലർന്നുള്ള ഒരു സൗഹൃദ ജീവിതം എന്നു തന്നെ പറയാം. തികച്ചും ജൈവികമായ ഒരാവാസ വ്യവസ്ഥ തന്നെ ഇവിടെ നിലനിർത്തപ്പെടുന്നു. പശുക്കളുടെ ചാണകം പ്രത്യേകം സംഭരിച്ച് കൃഷിക്ക് വളമാക്കുന്നു. താറാവുകൾക്കും കോഴികൾക്കും കുളത്തോട് ചേർന്ന് താമസമൊരുക്കിയിരിക്കുന്നതിനാൽ അവയുടെ കാഷ്ടവും ആട്ടിൻകാട്ടവും തൊഴുത്ത് കഴുകുന്ന വെള്ളവുമെല്ലാം കുളങ്ങളിലെത്തുന്നു. അതുമൂലം കുളത്തിൽ പ്ലവകങ്ങളുണ്ടാവുകയും മത്സ്യങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷണമാവുകയും ചെയ്യും. മത്സ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആഹാരമൊന്നും നൽകുന്നില്ല എന്നത് മത്സ്യകൃഷിയെ ലാഭകരമാക്കുകയും ചെയ്യുന്നു. കുടപ്പനക്കുന്നിൽ നിന്നും വാങ്ങുന്ന മുട്ടക്കോഴികൾ
ഇവിടെ തുറസായ സ്ഥലത്ത് വളരുന്നു. ഈ കോഴികളെയും താറാവുകളെയും ഇറച്ചി ആവശ്യത്തിനും വിൽക്കുന്നുണ്ട്. എന്നാൽ ഇറച്ചിയായി ഇവിടെ നിന്നും വിൽപ്പനയില്ല. 150 താറാവുകളും 200 കോഴികളുമുണ്ടിപ്പോൾ. 6 മാസം കൂടുമ്പോൾ മത്സ്യം വിളവെടുക്കും. 30,000 രൂപ വരെ ലേലത്തിൽ പോകാറുണ്ട്. വീട്ടിൽ ആവശ്യക്കാർ വന്ന് 2,000-നും 3,000-നും വാങ്ങിപ്പോകാറുമുണ്ട്. കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായം, കൃഷി ഉദ്യോഗസ്ഥരുടെ നിർലോഭ സഹകരണം, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഇവരുടെ പ്രചോദനമാണ്. വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് GAP 2016-17 പ്രകാരം ഇവർക്ക് അനുവദിക്കപ്പെട്ട് സ്ഥാപിച്ചു കഴിഞ്ഞു. അഴൂർ കൃഷി ഓഫീസർ ലക്ഷ്മി ഭാസിയുടെ വാക്കുകൾക്ക് കാതോർ. ആറ്റിങ്ങൽ ബ്ലോക്കിലെ അടൂർ കൃഷിഭവനിലെ പെരുമാതുറ ഏരിയയിൽ വരുന്ന 1 ഏക്കർ 20 സെൻറ്റ് പ്ലോട്ടാണ് ആത്മ IFS സിസ്റ്റം പ്രകാരം നമ്മൾ ഈ കൊടുത്ത പ്ലോട്ട്. അത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം മോഡലിലാണ് ഇവിടെ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള. അത് കൃഷി, മത്സ്യം, പൗൾട്രി എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം മോഡലാണ്. അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്നുള്ള പരമാവധി എല്ലാവിധ സഹായങ്ങളും നമ്മൾ ഈ പ്ലോട്ടിൽ കൊടുത്തിട്ടുണ്ട്. SHM പദ്ധതി പ്രകാരം നമ്മളൊരു വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചറിന് വേണ്ടിയുള്ള പോണ്ട് ഇവിടെ നിർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇഞ്ചി കൃഷിക്കുള്ള പ്രോത്സാഹനവും അതുകൂടാതെ തന്നെ ബനാന ഏരിയ എക്സ്പാൻഷനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൃഷി ആരംഭിച്ചിട്ടേ ഉള്ളൂ. 50 സെന്റിൽ വാഴ നട്ട് കഴിഞ്ഞു. കുറച്ച് ഇഞ്ചി പാകിയിരിക്കുന്നു. പച്ചമുളക് തൈകളും പിടിപ്പിച്ചിട്ടുണ്ട്. പാൽ, മുട്ട, മത്സ്യം എന്നിവ ഇവിടെ വന്നു വാങ്ങിപ്പോകുന്നു ആൾക്കാർ. മുട്ടയും പാലും കൊടുക്കാൻ തികയുന്നില്ല എന്നേ ഉള്ളൂ. സ്വന്തം കർമ്മ പദ്ധതികളെപ്പറ്റി അൻസാർ. എൻ്റെ പേര് അൻസാർ. ഞാൻ ഗൾഫിലായിരുന്നു. 14 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാനിവിടെ ഒരു കൃഷി ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. 9 പശുവുണ്ട്, അതിന് 8 കുട്ടികളുണ്ട്, കുറച്ച് കോഴികളുണ്ട്, താറാവുണ്ട്, കുറച്ച് മത്സ്യകൃഷിയുണ്ട്, വാഴക്കൃഷികളുണ്ട്. നേരത്തെ ഇവിടെ മരച്ചീനി കൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു ജോലിക്ക് ഒരാളുണ്ട്. പിന്നെ എൻ്റെ വൈഫും എനിക്ക് 2 പെൺമക്കളുണ്ട്. അവരുടെ സഹായവും ഞാനും ഇതിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഈ ഫാമിനെ എത്രയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് നല്ല സഹായങ്ങളുമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഉദ്യോഗസ്ഥർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നാലും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നായിരുന്നാലും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നാലും ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാറുണ്ട്. അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മാത്രമാണ് നമ്മളിതിൽ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോണത്. 1 വർഷമേ ആയിട്ടുള്ളൂ ഈ ഫാമിന്. കുളക്കരയിൽ കൂടുകൾ പണി പൂർത്തിയായി വരുന്നു. നൂറുമേനിയുടെ 1000 ആശംസകൾ സംസ്ഥാന കൃഷി വികസന കാർഷികക്ഷേമ വകുപ്പിന്റെ പേരിൽ നമുക്ക് കൈമാറാം. പലതും കണ്ടും അറിഞ്ഞും ആറ്റിങ്ങൽ സബ് ജയിലിന് മുന്നിലാണല്ലോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജയിലിൽ നൂറുമേനിക്കെന്താ കാര്യം? നോക്കാം. പുറമേ മോശമെന്ന് തോന്നുമെങ്കിലും അകമേ സുന്ദരമാവാം പലതുമെന്ന് അകത്ത് കടന്നപ്പോൾ തോന്നുന്നില്ലേ? വരിവരിയായി ഗ്രോ ബാഗുകളിൽ പച്ചക്കറികൾ. തക്കാളിപ്പഴക്കവിളിനെക്കുറിച്ച് ഏതോ കവി പാടിയത് ഓർമ്മ വരുന്നുണ്ടോ? ഇതാ കണ്ടോളൂ. നെയ്ക്കുമ്പളമല്ല, ഇതും തക്കാളി തന്നെ. നല്ല പരിചരണം കിട്ടിയാൽ കാട്ടുനുള്ളിപ്പഴവും ആപ്പിളാവും. ഇടയ്ക്ക് തല ഉയർത്തി നിന്ന് നൃത്തം ചെയ്യുന്നത് പേര. എന്നെ ആരും കാണുന്നില്ലേ എന്നാവാം. തൊണ്ടി മുതലോ തെളിവുകളോ തിരയുകയല്ല, പച്ചക്കറികൾക്ക് രോഗബാധയോ കീടബാധയോ ഉണ്ടോ എന്ന് തിരയുകയാണ്. സന്തോഷത്തിൽ മതിമറന്ന് പരക്കം പായരുത്. ജയിൽ സൂപ്രണ്ടിന്റെ അനുവാദം വാങ്ങണം. സൂപ്രണ്ട് രേണുകുമാർ MP-യുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായുള്ള ഹരിത കേരളം പദ്ധതിയുടെ ഒരു ഭാഗമാകാൻ കേരള ജയിൽ വകുപ്പിലും അത് അത്യാവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവി ശ്രീമതി ശ്രീലേഖ IPS മാഡം ജയിൽ വകുപ്പിലെ എല്ലാ സൂപ്രണ്ടുമാരെയും വിളിച്ച് ഒരു
മീറ്റിംഗ് കൂടുകയും ജയിലുകളിൽ കഴിയുന്നത്ര രീതിയിൽ പച്ചക്കറി കൃഷി ഉൽപ്പാദനം നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ഥലം പരിമിതി വളരെ കുറവാണ്. എന്നാലും ആറ്റിങ്ങൽ സബ് ജയിലിൽ 8 തടവുകാരുടെ സേവനം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി പരിശീലനം ആറ്റിങ്ങൽ കൃഷി ഓഫീസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്, അതായത് അവിടുത്തെ AFO ഉൾപ്പെടെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും തടവുകാർക്ക് അതിലൊരു ഉത്കണ്ഠ വരികയും അത് ആരംഭിക്കാൻ അവർക്ക് സന്തോഷം ഉണ്ടാവുകയും എന്നാൽ നമുക്കത് ആരംഭിക്കാമെന്നുള്ള രീതിയിൽ അത് തുടങ്ങുകയും അത് വളരെ നല്ല വിജയത്തിലേക്ക് അത് പോവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട DIG ശ്രീ പ്രദീപ് സാറ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ആറ്റിങ്ങൽ അഗ്രികൾച്ചർ ഓഫീസിലെ DFO പുരുഷോത്തമൻ സാറും ഉൾപ്പെടെ പച്ചക്കറി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടത്തുകയുണ്ടായി. അടുത്ത നല്ല രീതിയിൽ വീണ്ടും അത് പരിപോഷിച്ച് വരുന്നുണ്ട്. കൃഷി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും തടവുകാരുടെ പരിശീലന പരിപാടിയും പ്രയത്നവും കൂടെ ആയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് പച്ചക്കറി കൃഷിയിൽ നമുക്കിവിടെ കാണുന്നത്. സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലുള്ള കൂട്ടായ്മയിൽ രൂപമാർന്നു വന്ന തരിശുഭൂമിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പച്ചക്കറി കൃഷി. തഴച്ചു നിൽക്കുന്ന കത്തിരിയും വഴുതനയും, കോളിഫ്ലവർ. ഒരൽപ്പം തരിശുഭൂമിയേ ഇവിടെയുള്ളൂ. എങ്കിലും 1 ഇഞ്ച് ഭൂമിയേ ഉള്ളുവെങ്കിൽ അവിടെ ഒരു പയർമണി താഴ്ത്തിയാൽ അത് മുളച്ച് എവിടെയെങ്കിലും പടർന്ന് അതിൻ്റെ ധർമ്മം പാലിക്കുമെന്ന് ഇവിടെ 100 മേനി പഠിക്കുന്നു. കുറച്ച് വെണ്ടയുമുണ്ട്. കത്തിരി, കറിവേപ്പില, പച്ചമുളക്. ആറ്റിങ്ങൽ കൃഷിഭവൻ കൃഷി ഫീൽഡ് ഓഫീസർ എല്ലാവിധ സാങ്കേതിക സഹകരണവും നിർദ്ദേശങ്ങളും നൽകി വരുന്നു. ചെഞ്ചീരയും മോശക്കാരിയല്ല. പാവൽ വിളവെടുപ്പ് തീരാറായി. ഇനി പുതുതായി നടേണ്ടിയിരിക്കുന്നു. പപ്പായയുടെ തലയെടുപ്പ് നോക്കൂ. നാരുള്ള ഭക്ഷണങ്ങളിൽ പ്രധാനിയാണ് കൂവക്കിഴങ്ങ്. ഇന്ന് അധികം കാണാനില്ല. എന്നാൽ ഈ തോട്ടം സുരക്ഷിതമാണെന്ന് കണ്ട് ഒരു കൂവച്ചെടി ഇവിടെ വന്ന ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. കാവ്യഭാവനകളെ തരളിതമാക്കുന്ന മാതളം ഇതാ പൂത്തുനിൽക്കുന്നു. കീടനാശിനി തളിക്കാതൊരു പൂവ് കിട്ടിയപ്പോൾ തേനീച്ചകളുടെ ഒരു സന്തോഷം. കണ്ണിനും കരളിനും കുളിരുമായൊരു നീലാമ്പൽ, ഒരു രാജകുമാരിയെപ്പോലെ. അല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ നൈർമല്യം പോലെ. മടങ്ങാതിരിക്കാൻ നമുക്കാവില്ലല്ലോ. ഒന്ന് നമുക്ക് മനസ്സിലായി: മണ്ണിനെ സ്നേഹിച്ചാൽ, കൃഷിയെ നെഞ്ചിലേറ്റിയാൽ ബന്ധങ്ങൾ തഴയ്ക്കുമെന്നും ജീവിതം ഭദ്രമാകുമെന്നും. ജൈവ മാലിന്യങ്ങളെ ഊർജ്ജമാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ. അമ്പരച്ചുംബികളായ സൗധങ്ങളും വീതിയേറിയ റോഡുകളും വികസനത്തിൻ്റെ മുഖമുദ്രയാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. പരിസര ശുചീകരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ ഉപയുക്തമാകുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമായവയിൽ ഏറ്റവും ഉത്തമമായ ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു 2M³ പ്ലാന്റിൽ നിന്നും രാവിലെ 3 വൈകുന്നേരം 2 മണിക്കൂർ ഇന്ധനം ലഭ്യമാകും. മാലിന്യ നിർമ്മാർജ്ജന പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജൈവ മാലിന്യങ്ങളെ ഉത്ഭവസ്ഥലത്ത് തന്നെ സംസ്കരിക്കാമെന്നതാണ് ബയോഗ്യാസ് പ്ലാന്റിന്റെ സവിശേഷത. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിനൊരുങ്ങുമ്പോൾ സർക്കാർ അംഗീകൃത ഏജൻസികളെ മാത്രമേ ഈ ജോലിയിൽ ഏർപ്പെടുത്താൻ പാടുള്ളൂ എന്ന കാര്യം മറക്കരുത്. അടുക്കളയുടെയോ തൊഴുത്തിൻ്റെയോ സമീപമാകുന്നതാണ് ഉചിതം. കിണറിൽ നിന്നും അകന്നു വേണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സൂര്യപ്രകാശം സുലഭമായിരിക്കണം. തുളച്ചു കയറുന്ന വേരുകളുള്ള വൃക്ഷങ്ങൾ പ്ലാന്റിന് സമീപത്തുണ്ടാകാൻ പാടില്ല. ജൈവ മാലിന്യ ലഭ്യതയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കണം പ്ലാന്റിന്റെ വലിപ്പം തീരുമാനിക്കാൻ. നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം ഉത്തമമാവണം. കഴിയുന്നതും പ്ലാന്റുകൾ മണ്ണിനടിയിലായിരിക്കണം.
വെറും 3 സെന്റ് തറയിൽ 6 ദിവസം കൊണ്ട് സ്ഥാപിക്കാവുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ്. 8 ലേബേഴ്സും 6 മേസണും 6 ദിവസവും മതിയാകും ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചെടുക്കുവാൻ. പണി കഴിഞ്ഞ് 8-ാം ദിവസം മുതൽ ചാണകം നിറച്ചു തുടങ്ങാം. ചാണകം, പന്നി, കോഴി എന്നിവയുടെ കാഷ്ടം, അറവമൃഗങ്ങളുടെ മാലിന്യം, തൂവലൊഴികെ ഇറച്ചിക്കോഴി മാലിന്യങ്ങൾ, റബ്ബർ ഷീറ്റ് അടിക്കുമ്പോഴുള്ള മലിനജലം എന്നുവേണ്ട ചീഞ്ഞഴുകുന്ന ഏതു മാലിന്യവും ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കാം. ഒരു 2 m³ പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവയാണ്: സിമന്റ് 10 ചാക്ക്, 6 മില്ലിമീറ്റർ കമ്പി 35 കിലോ, 8 മില്ലിമീറ്റർ കമ്പി ഒരെണ്ണം, സാൻഡ് പൊടി 60 അടി, മെറ്റൽ 30 അടി, കെട്ടുകമ്പി 3/4 കിലോ, 6 ഇഞ്ച് PVC പൈപ്പ് 2 മീറ്റർ, 9 ഇഞ്ച് നീളമുള്ള GI പൈപ്പ് 3/4 അടി, വൈറ്റ് സിമന്റ് 5 കിലോ, ചിക്കൻ നെറ്റ് 10 കിലോ. എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിലെ അലി കെ. അലിക്ക് 3 പശുക്കളാണുള്ളത്. അപ്പോൾ ചാണകം കൂടാതെ ഒത്തിരി മാലിന്യങ്ങളും ഉണ്ടാവുമല്ലോ. മാലിന്യ നിർമ്മാർജ്ജനമല്ല, മാലിന്യ ഉപയോഗമാണ് ഉത്തമമെന്ന് അലിയുടെ യുക്തി. അദ്ദേഹം കൂടുതലൊന്നും ആലോചിച്ചില്ല. ദീനബന്ധു മോഡലിൽ ഒരു 2 m³ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു അലി. ചാണകം ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യവും ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകും. പിന്നെന്തു മാലിന്യം? ഫലമോ? അലിയുടെ ഭാര്യ ജാസ്മിന് വിറകന്വേഷിക്കേണ്ട, തീയൂതണ്ട, പുക കൊള്ളണ്ട. വീടിന്റെ ചുമരുകളിൽ പുകയുടെ കറ പിടിക്കില്ല. വിറകുപൊടി, കരി, ചാരം തുടങ്ങിയ മാലിന്യങ്ങളുമില്ല. വീട്ടാവശ്യത്തിന് മതിയാവോളം ബയോഗ്യാസ്. പശുവുള്ളപ്പോൾ പുല്ലു വേണം. ആവശ്യത്തിന് പുൽകൃഷിയും അലിക്കുണ്ട്. അതുകൊണ്ടെന്താ? ബയോഗ്യാസ് സ്ലറി പൈപ്പ് വഴി പുൽപ്പാടത്തെത്തും. ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ തന്നെ. വൃത്തിയുള്ള പരിസരം, ആവശ്യത്തിന് ഇന്ധനം, പശുവിനും മനുഷ്യനും മായമില്ലാത്ത ഭക്ഷണം. എറണാകുളം വെങ്ങോല പഞ്ചായത്തിലെ തന്നെ ആശാരിമുകളിൽ കരക്കുന്നേൽ വീട്ടിൽ അബൂബക്കർ KS ആണ് നമ്മുടെ അടുത്ത ആതിഥേയൻ. അബൂബക്കർ നല്ലൊരു ഫ്രൂട്ട് ജ്യൂസ് കടക്കാരനാണ്. ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, ക്യാരറ്റ്, മൊസാമ്പി എല്ലാമുണ്ട്. പക്ഷേ ഇവയുടെയെല്ലാം തോടും മറ്റു വേസ്റ്റുകളുമാണ് അദ്ദേഹത്തിന് പ്രശ്നം. ദിവസവും കുന്നുകൂടുന്ന ഈ മാലിന്യങ്ങളെ എവിടെ കൊണ്ടെത്തള്ളും? നാട്ടുകാർ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം തന്നെ അടച്ചുപൂട്ടില്ലേ? അബൂബക്കറും സ്ഥാപിച്ചു ഒരു 2 m³ ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ്. 2014-15 പ്രശ്നം പരിഹൃതം. എല്ലാ ഫ്രൂട്ട് വേസ്റ്റുകളെയും ചെറുതായി അരിഞ്ഞ് നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് തള്ളും. ഗ്ലാസും മറ്റും കഴുകുന്ന വെള്ളവും അതിലേക്ക് തന്നെ. ഫലം പറയേണ്ടതില്ലല്ലോ. വീട്ടാവശ്യത്തിന് വേണ്ടുവോളം ബയോഗ്യാസ്. സ്ലറിയാണെങ്കിലോ ഇത്തിരി പച്ചക്കറി കൃഷിക്ക് സമ്പുഷ്ട ജൈവവളം. പരിസര ശുചിത്വം, ആവശ്യത്തിന് വാതക ഇന്ധനം, ശുദ്ധമായ പച്ചക്കറി. റെസിഡൻസ് അസോസിയേഷനുകൾക്കും മറ്റും അനുയോജ്യവും അനുകരണീയവുമായ ഒരു മാതൃകയാണ് വെങ്ങോല പഞ്ചായത്തിലെ കരിമ്പനയ്ക്കൽ KV ഹമീദിൻ്റേത്. 3 m³ ഒരു ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റാണ് ഹമീദിനുള്ളത്.
ദിവസവും 40 കിലോ വേസ്റ്റ് വേണം താനും. പശുക്കളുമില്ല, ഫ്രൂട്ട് ജ്യൂസ് കടയുമില്ല. ഹമീദ് ഒരു പൊതുസേവകനായി എന്നു തന്നെ പറയാം. അയൽക്കാരായ 11 വീട്ടുകാരെ ഹമീദ് സംഘടിപ്പിച്ചു. അവരുടെ വീട്ടിലെ ഖരവും ദ്രാവകവുമായ എല്ലാ മാലിന്യങ്ങളും സ്വന്തം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമാവാത്തത്? കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ കുടിൽ വ്യവസായമായി കപ്പ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഹമീദിന്റെ വാക്കുകൾ എത്രമാത്രം ആശ്വാസമായിരുന്നിരിക്കണം. കപ്പയുടെ വേസ്റ്റുകൾ, മീനും ഇറച്ചിയുമൊക്കെ കഴുകിയ വെള്ളം, പഴകിയ കഞ്ഞിവെള്ളം എന്നുവേണ്ട ഈ 12 വീടുകൾക്കും ബുദ്ധിമുട്ടാകേണ്ടതായ എല്ലാ ജൈവ മാലിന്യങ്ങളും ഹമീദിന് തന്നെ. ഹമീദിന്റെ ഭാര്യ മൈമുനയ്ക്ക് ആനന്ദവും ആശ്വാസവുമായി ആവശ്യം പോലെ പാചകവാതകം. പാചകവാതക സിലിണ്ടറിന് ക്ഷാമമുണ്ടോ, വില കൂടിയോ, ഇതൊന്നും മൈമുനയെ അലട്ടുന്നതേയില്ല. അതേസമയം 12 വീട്ടുകാർക്ക് മാലിന്യങ്ങളിൽ നിന്നും മോചനവും. ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറി പച്ചക്കറി കൃഷിക്ക്. ജൈവ മാലിന്യങ്ങൾ വഴിവക്കുകളിലും അഴുക്കുചാലുകളിലും നദികളിലും കുളങ്ങളിലും കുമിഞ്ഞുകൂടി ദുർഗന്ധവും രോഗവും തെരുവുനായ ശല്യവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സാമൂഹ്യ വിപത്തിന് നിവൃത്തികേടുകൊണ്ട് അറിവോടെ വഴിയൊരുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ആതിഥേയരൊരുക്കിയ വിരുന്ന് ആസ്വാദ്യവും ഒരു പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുന്നതും തന്നെയാണ്. പെട്രോളിയം ഗ്യാസിന്റെ വിലവർധന, ദൗർലഭ്യം, വിറക് ഉപയോഗിക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കെല്ലാം ഒരു ഉത്തമ പരിഹാരം. ബയോഗ്യാസ് പ്ലാന്റുകൾ ഓരോ വീടിനും ഓരോ സ്ഥാപനത്തിനും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് നമുക്കിവരെ മാതൃകയാക്കാം.